അതെങ്ങനെ ശരിയാവും? ആ പ്രോപ്പർട്ടി എപ്പോ കൊടുത്താലും നമ്മളോട് ആദ്യം പറയണമെന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളതല്ലേ? പണത്തിന് മേലെ പരുന്തും പറക്കില്ല മാഡം. കൂടുതൽ പണം കിട്ടിയപ്പോ അതിന്റെ ഉടമസ്ഥർ നമ്മളെ സൗകര്യപൂർവ്വം മറന്നു. അല്ല, ഇനി നമ്മളവിടെ തുടങ്ങാനിരുന്ന ഷോപ്പിംഗ് സെന്ററിന്റെ കാര്യം എങ്ങനെയാ? വേറെ ഒരു പ്ലോട്ട് അന്വേഷിക്കേണ്ടി വരും അല്ലേ? ആര് പറഞ്ഞു? കിട്ടാത്തത് പിടിച്ചു വാങ്ങണം. അതാണ് കോർപ്പറേറ്റ് ബിസിനസ്. 1 ലക്ഷത്തിലേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട് മൂർത്തി. നേരായ വഴി നടന്നില്ലെങ്കിൽ നേരല്ലാത്ത വഴി. ബൈ ഹുക്ക് ഓർ ക്രൂക്ക്, അങ്ങനെ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അത്രേ ഉള്ളൂ കാര്യം. ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ആഗ്രഹിച്ചത് നേടിയെടുക്കുന്നിടത്താണ് നമ്മുടെ ബുദ്ധിയും വിജയവും. എന്താ വേണ്ടതെന്ന് മാഡം പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. എല്ലാത്തിന്റെ അടിസ്ഥാനം സൗഹൃദങ്ങളാണല്ലോ. സിത്താര എന്ന ബിസിനസ് മാഗ്നറ്റ് എന്റെ ഉള്ളം കയ്യിലിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഹലോ അവന്തിക. ഹലോ, എന്റെ നമ്പർ സിത്താരയുടെ കയ്യിലുണ്ടായിരുന്നോ? ശത്രുക്കളുടെ വിവരങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണല്ലോ ബിസിനസ്സിലെ ആദ്യ പാഠം. എന്നാ ആ ശത്രുത മാറ്റാനാ ഞാനിപ്പോ വിളിച്ചത്. സിത്താരെ പോലെ വലിയൊരു ബിസിനസ് എൻറ്റിറ്റിയോട് മത്സരിക്കാൻ ഞാനാരാ? ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാനാ. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അതങ്ങനെ ഫോണിൽ വേണ്ട, നേരിട്ടൊന്ന് കാണാൻ പറ്റുമെങ്കിൽ. അയ്യോ അവന്തിക, ഐ എം സോറി. ഞാനൊരു 4-5 ദിവസം ഫ്രീ അല്ല. മൂക്ക് വേണ്ടിയിട്ട് ചില പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്പം ദൂരെയുള്ള അമ്പലത്തിലേക്ക് പോവാ. ആഹാ, തുടക്കം തന്നെ നല്ല ശുഭലക്ഷണമാണല്ലോ. ഞാനും ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാ. നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച അമ്പലത്തിൽ വെച്ച് തന്നെ ആവണമെന്നാവും നിയോഗം. അവന്തിക അങ്ങോട്ട് വരുന്നുണ്ടോ? പിന്നെന്താ, ഞാൻ വരാം. നമുക്ക് അവിടെ വെച്ച് തന്നെ സംസാരിക്കാം. അത് ഇത്തിരി ദൂരെയാണ്. ഒരു കാടിന്റെ നടുവിലുള്ള നാഗക്ഷേത്രമാണ്.